അർജുൻ ആയങ്കിയെ പിന്തുണച്ച് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി ഇന്നലെ വൈകിട്ടോടെ രംഗത്തെത്തിയിരുന്നു. പോലീസിന്റേത് കള്ളക്കേസാണെന്നും ആയങ്കിക്ക് പിന്തുണയെന്നും ആകാശ് തില്ലങ്കേരി വ്യക്തമാക്കി. വെടിവെക്കാൻ ഉത്തരവിടാൻ യുപിയോ ബീഹാറോ അല്ലെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും വിമർശനം. ഇടത് ഗ്രൂപ്പുകളിലും ആയങ്കിക്ക് പിന്തുണയേറുകയാണ്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അർജുൻ ആയങ്കിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നതായി കാണാം. ആകാശ് തില്ലങ്കേരിയുടെ ഇന്നലത്തെ പോസ്റ്റ്, അതിന് താഴെയും ഒരുപാട് പേർ, ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളുടെ ഒരു വലിയ വിഭാഗം തന്നെ പിന്തുണയുള്ളതായി ആ പോസ്റ്റിന്റെ കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. തീർച്ചയായും റോഷ്നി, ഇടത് സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഇടങ്ങളിൽ വലിയ പിന്തുണ അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ വലിയ ഫാൻ ബേസ് ഉള്ള, പ്രത്യേകിച്ച് ഇടത് സൈബർ ഇടങ്ങളിൽ വലിയ ഫാൻ ബേസ് ഉള്ള ഒരാൾ കൂടിയാണ് ആയങ്കി. അങ്ങനെയാണ് ആയങ്കി ഇത്ര വലിയ രീതിയിൽ വളരുകയും ചെയ്തത്. അവിടെ പാർട്ടി തള്ളിപ്പറഞ്ഞുവെങ്കിലും ആ സൈബർ ഇടങ്ങളിൽ അർജുൻ ആയങ്കിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇതുവരെ അർജുനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴത്തെ ഈ വിഷയത്തിലും അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് നടത്തുന്നത് ഒരു വേട്ടയാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയാണ് കഴിഞ്ഞ ദിവസം ആദ്യമായി അർജുൻ ആയങ്കിയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. അതിൽ ആകാശ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് പോലീസിനെതിരെ നടത്തുന്ന ഈ വെല്ലുവിളി ശരിയല്ല, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പോലീസ് നടത്തുന്നതൊരു വേട്ടയാണ്. അതായത് അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ പോലീസ് തീരുമാനിക്കുന്നു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു, ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഒരുപക്ഷെ അർജുൻ ആയങ്കിക്ക് ഇങ്ങനെ ഒരു പിന്തുണ കൂടിയിട്ടുള്ളത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ആളുകൾ പിന്തുണച്ച് രംഗത്ത് വന്നത്. അങ്ങനെ പിന്തുടർന്ന് വെടിവെച്ച് കൊല്ലാൻ ഇത് ബീഹാർ അല്ല എന്നടക്കമുള്ള പ്രതികരണം വരുന്നു. അത് തന്നെ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. സമാനമായ രീതിയിൽ ചെമ്പട, കണ്ണൂർ എന്നൊക്കെയുള്ള പേരുകളിൽ ഇൻസ്റ്റഗ്രാമിലടക്കമുള്ള ഗ്രൂപ്പുകളിൽ അർജുൻ ആയങ്കിയെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിൽ പോസ്റ്റുകൾ വരികയാണ്. ഒരു വീരാരാധന തന്നെ അർജുൻ ആയങ്കിയോട് ഇത്തരക്കാർക്ക് ഉണ്ട്. അത് കേരളത്തിൽ ആകമാനമുള്ള സൈബർ സ്പേസുകളിൽ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസാണ്. അത് ഇപ്പോൾ കേരള പോലീസിനെ വിമർശിച്ചും ആഭ്യന്തരമന്ത്രിയെ കളിയാക്കിയും ഒക്കെ രംഗത്ത് വരികയും ചെയ്യുന്നു. അതിൽ പറയുന്നത് അർജുൻ ആയങ്കിയെ പിടിക്കാൻ ഇപ്പോൾ കാണിക്കുന്ന ജാഗ്രത മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും ഒക്കെ കാണാതായ മത്സ്യത്തൊഴിലാളികളെ പിടിക്കാൻ കാണിച്ചിരുന്നുവെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെട്ടേനെ എന്നതടക്കമുള്ള നരേഷനാണ് അത്തരം പോസ്റ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്, വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഇടത് സൈബർ ഇടങ്ങളിൽ അർജുൻ ആയങ്കിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.